ഓരോ നിമിഷവും മലയോരത്തെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി മല്ലടിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ആനയായും പുലിയായും കരടിയായും പന്നിയായും ഒക്കെ അവൻ്റെ ഉപജീവന മാർഗ്ഗങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ 8 വർഷത്തെ ഒരു കണക്ക് പരിശോധിക്കാം. 2016 മുതലുള്ള കണക്കാണ് നോക്കുന്നത്. 8 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ മരിച്ചത് 909 പേരാണ്. മരിച്ചതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കൊല്ലപ്പെട്ടത് 909 പേരാണ്. പരിക്കേറ്റവരുടെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ്, 7492 പേർ. വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 55,839. അതായത് നമുക്ക് ഒരു അപകടം ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഒരു മേഖലയും. മലയോര മേഖലയിൽ അപകടം ഉണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത് വന്യജീവി ആക്രമണമാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം മാത്രം 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2023 മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 85ആണ്. തീർപ്പാക്കേണ്ട പരാതി, അതായത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ എത്രത്തോളമാണെന്ന് കാട്ടിത്തരുന്നതാണ് ഇത്. 6773 പരാതികളാണ് സർക്കാർ സംവിധാനങ്ങൾ, വനംവകുപ്പിൻ്റെ ആയിരുന്നാലും സർക്കാരിൻ്റെയും സഹായത്തിന് വേണ്ടി കെട്ടിക്കിടക്കുന്നത്. ഈ പരാതികളൊന്നും സമയബന്ധിതമായി തീർപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന നഷ്ടം എടുത്തു പറയേണ്ടതാണ്. 68 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കാർഷിക മേഖലയ്ക്ക് ഈ വന്യജീവി ആക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.